ഓം ശാന്തി. സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക എന്നത് വളരെ സുഖമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരു കുട്ടിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ നല്ല സ്വഭാവമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ സ്കൂളിൽ മിടുക്കനായിട്ട് പഠിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു എക്സ്ട്രാ എഫിഷ്യൻസി ആ കുട്ടിയിൽ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന സമ്പന്നന്മാരായിരുന്ന കുറേ കുട്ടികൾക്ക് ആ കുട്ടിയോട് വല്ലാത്ത അസൂയ തോന്നി. ഒരു ദിവസം അവർ പ്രിൻസിപ്പലിനോട് പോയി പറയുകയാണ്, സാർ, ഞങ്ങളുടെയൊക്കെ ബാഗിൽ നിന്ന് പൈസ കളവ് പോകുന്നുണ്ട്, അത് ഇവനാണ് എടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. സംശയമാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അത് അത്ര മാനിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി ഉറപ്പിച്ച് പറയുകയാണ്, അവൻ തന്നെയാണ് എടുത്തത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയും. അപ്പോൾ പ്രിൻസിപ്പൽ പറയും, എന്തായാലും തെളിവൊന്നും നിങ്ങളുടെ കയ്യിലില്ലല്ലോ, ഞാൻ അവനെ ഒബ്സർവ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ തെറ്റ് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുകയും ചെയ്യാമെന്ന് പറയും. അങ്ങനെ പ്രിൻസിപ്പൽ ഈ കുട്ടിയെ ഒന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ ശേഷം പ്രിൻസിപ്പൾ വാച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഈ കുട്ടി നേരെ സ്കൂളിനടുത്തുള്ളതായിട്ടുള്ളൊരു തോട്ടത്തിലേക്ക് പോവുകയാണ്. ആ തോട്ടക്കാരൻ്റെ കൂടെ അവിടെ ചെടി കളയ്ക്കാനും നടാനും ആ ഗാർഡനിൽ നന്നായി പണിയെടുത്തു കൊടുത്ത് അവന് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ സ്വന്തം ഫീസ് അടയ്ക്കുന്നു, അവന് വേണ്ടതായിരിക്കുന്ന ഫുഡ് വാങ്ങുന്നു, ബുക്ക് വാങ്ങുന്നു. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യുന്നത് കണ്ടു. ഈ കാര്യം തുടർച്ചയായിട്ട് കണ്ടപ്പോൾ പ്രിൻസിപ്പലിന് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഈ കുട്ടിയുടെ അടുത്ത്. ഒരു ദിവസം ക്ലാസ്സിൽ എല്ലാ കുട്ടികളുടെ ഇടയിലും ഇവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, നോക്കു മോനെ, നീ സ്വന്തം അധ്വാനം കൊണ്ടാണല്ലോ സ്കൂളിലെ ഫീസ് അടയ്ക്കുന്നത്, അപ്പോൾ നിനക്ക് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ആ ഫീസ് ഇല്ലാണ്ടാക്കി കൂടായിരുന്നില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയും, അതെന്തിനാണ് സാറേ, എനിക്ക് അധ്വാനിച്ചുകൊണ്ട് എൻ്റെ ഫീസ് അടയ്ക്കാൻ സാധിക്കും, എൻ്റെ ബുക്ക് വാങ്ങാനും എൻ്റെ ആഹാരത്തിന് വേണ്ടിയും എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് സാറിനോട് പറഞ്ഞ ആ ഫീസ് ഇല്ലാണ്ടാക്കേണ്ടത് എന്ന്. ഈ കുട്ടി ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ കുട്ടിയാണ് പിന്നീട് വന്ദേ മാതരത്തിലൂടെ പ്രസിദ്ധമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആ കുട്ടിയുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ സ്പെഷ്യാലിറ്റിയാണ് സ്വന്തം കാലിൽ നിൽക്കാനും അധ്വാനിക്കാനും. ഇതുപോലെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വളരെ നല്ല സ്വഭാവമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് +2 കഴിഞ്ഞാലും ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി അച്ഛനമ്മമാർ പൈസ കൊടുക്കുക, 20 വയസ്സ് 24 വയസ്സ് കുട്ടിക്കായാലും പഠിക്കാൻ വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലാതെ ഇങ്ങോട്ട് അച്ഛനമ്മമാരെ സഹായിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് മാറും നമ്മൾ കാണുന്നേ ഇല്ല. ഒരു +1 +2 വരെ പഠിപ്പിച്ചു, ഡിഗ്രിക്കും പഠിപ്പിച്ചു, അതും കഴിഞ്ഞ ശേഷവും പിന്നെയും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി പഠിക്കണം എന്നല്ല, അപ്പോഴും ഒരു ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഫ്രഷർ എന്ന് എഴുതുണ്ടാവുള്ളൂ ഏതൊരു കാര്യത്തിന് വേണ്ടി പോയാലും. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ്, ആ ഒരു വ്യത്യാസം നമ്മുടെ എഡ്യൂക്കേഷനിൽ നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. എന്തെങ്കിലും പഠനത്തിൻ്റെ കൂടെ കുട്ടികൾക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതായിട്ടുള്ള സ്റ്റഡി, ഇനി ഈവൻ അത് ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും കോളേജസിനോ സ്കൂൾസിനോ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും പേരൻസ് എങ്കിലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. എല്ലാം പഠിച്ചിറങ്ങിയ ശേഷം ഒന്നും ചെയ്യാൻ അറിയാത്തൊരു കുട്ടീനെയല്ല, പഠിച്ചിറങ്ങുന്നതോടുകൂടി അവനവൻ്റെതായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്യണം. അത് പറയുമ്പോൾ കുറേ ആൾ പറയും, എപ്പോഴാണ് ഞാൻ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്നൊക്കെ പലരും ഇനിയിപ്പോൾ എന്നോട് ചോദിക്കാതിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്ത് നിങ്ങൾക്ക് വേണമെന്ന് കണ്ടെത്താൻ ഇന്ന് ഗൂഗിളിൻ്റെ സഹായത്തോടെ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണോ ഏറ്റവും ഇഷ്ടം, ഏത് കാര്യം ചെയ്യുമ്പോഴാണോ എത്ര സമയം ചെയ്താലും മടുക്കാതിരിക്കുന്നത്, ആ കാര്യത്തെ കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു. അതെന്നാ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്നലെ നമുക്കിനി തുടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് ഈ നിമിഷം തൊട്ട് തന്നെ നമുക്കതിനെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ തുടങ്ങുന്നത് നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടി ആവട്ടെ എന്ന് കാത്തിരിക്കരുത്. കാത്തിരിക്കുന്നവർ ഒരിക്കലും ഒരിടത്തും എത്താറില്ല. അതുകൊണ്ട് കാത്തിരിക്കാതെ ഇന്ന് വേണ്ട കാര്യത്തിന് ഇപ്പം തന്നെ തുടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ആവശ്യം. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഒരു കാര്യം തുടങ്ങണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ 10 ആളോട് അഭിപ്രായം ചോദിക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങൾ ആ കാര്യം തുടങ്ങൂല്ല, ചെയ്യൂല. കാരണം എൻ്റെ അനുഭവത്തിൽ ഏതൊരു കാര്യം നമ്മൾ തുടങ്ങാൻ ആരോട് ചോദിക്കുമ്പോഴും അവരൊക്കെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ എന്തുണ്ടോ അത് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉയർത്തി കാണിക്കുള്ളൂ. അതോടുകൂടി നമ്മുടെ മോട്ടിവേഷനും പോവും, നമ്മുടെ ഉത്സാഹവും പോവും, നമ്മൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും ചെയ്യും. 10-15 ആളോട് ചോദിച്ച് തുടങ്ങാൻ പോവാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തുടങ്ങുക. തുടങ്ങിയ ശേഷം ഇനി തുടങ്ങിയ അവിടെ നിർത്തണം എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ തുടങ്ങിയിട്ട് തോറ്റുപോയി നിർത്തല്ല, മാറ്റാലോ.
എന്ത് ചേഞ്ച് വേണമെങ്കിൽ കൊണ്ടുവരാമല്ലോ. ഇന്നത്തെ ലോകത്ത് വിജയികളായിട്ടുള്ള ഏതാളുടെ ജീവിതം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അവർ തുടങ്ങിയ ശേഷം അതിലെന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ അത് കൊണ്ടുവന്നിട്ടുള്ളവരാണ്. ഞാനിത് പറയുമ്പോൾ ഓർത്ത് പോവുകയാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ എന്നതായിട്ടുള്ള ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരാളൊരിക്കൽ കാട്ടിലൂടെ നടന്നു പോവുമായിരുന്നു. ആ പോകുന്ന സമയത്ത് അയാൾ കണ്ടു ഒരു മരം വെട്ടുകാരൻ തൻ്റെ മഴ കൊണ്ട് മരത്തിനെ മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറേ വെട്ടിയിട്ടും ഈ മരത്തിൽ ഒന്നും ഏൽക്കുന്നില്ല. അപ്പം അയാൾ മരത്തിനെ പഴിക്കാൻ തുടങ്ങി, മഴുവിനെ പഴിക്കാൻ തുടങ്ങി, എല്ലാവരും ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടു നിന്ന് യാത്രക്കാരൻ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം, എന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത് എന്ന്. അപ്പോൾ നോക്ക്, എത്ര സമയമായി ഞാൻ വെട്ടുന്നു, ഈ മരം മുറിക്കുന്നേ ഇല്ല എന്ന്. മരം എന്തുകൊണ്ടാണ് മുറിയുന്നില്ല? എൻ്റെ മഴുവിന് മൂർച്ചയില്ല, എന്നാലല്ലേ ഈ മരം മുറിയാന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആ മരം വെട്ടുന്നതൊന്ന് നിർത്തി വെച്ചിട്ട് ആ മഴുവൊന്ന് മൂർച്ച കൂട്ട്, എന്നിട്ട് മരം വെട്ടാൻ തുടങ്ങാൻ പറയുകയാണ്. അപ്പോൾ ഇയാൾ പറയാം, അതെങ്ങനെ സാധിക്കാനാണ്? മരം വെട്ടുന്നത് നിർത്തി വെക്കാൻ എനിക്ക് പറ്റില്ല, നിർത്തി എൻ്റെ സമയം പോവും, അതുകൊണ്ട് ഞാൻ മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് ഒരുപാട് ആളുകളുടെ അടുത്ത് അവനവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, സെൽഫ് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അവനവനെ പവർഫുൾ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഉത്തരം ഇത് തന്നെയാണ്. എൻ്റെ അനുഭവത്തിൽ ഈ സമയമില്ല എന്ന് പറഞ്ഞ ആളുകൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് അവനവനെ ഡെവലപ്പ് ചെയ്ത ആളുകളും 2 കൂട്ടരും ഞാൻ കാണാറുണ്ട്. ഈ ഡെവലപ്പ് ചെയ്ത ആളുകൾ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ആ കുറച്ച് സമയം അവർ ചെയ്യാതിരുന്ന ഒരു റീസ്റ്റാർട്ടിങ്ങിലൂടെ അവർ ഹൈറ്റ്സിൽ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഈ മരം വെട്ടുകാരനെ പോലെ 5 വർഷം കഴിഞ്ഞാലും ആ സ്ഥലത്തിന് അവർ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അവനവനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നമ്മുടെ മൂർച്ച കൂട്ടാൻ വേണ്ടി പഠിക്കണമെങ്കിൽ പഠിക്കാൻ, കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഒപ്പത്തിനൊപ്പം തന്നെ മുന്നോട്ടുള്ളതായിട്ടുള്ള യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ലക്ഷ്യം എന്നൊരു കാര്യം വെച്ചുകൊണ്ട് അതിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തോൽവി എന്നൊരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, എനിക്ക് എൻ്റെ ലക്ഷ്യത്തെ കാണാനായിട്ട് സാധിക്കണം. ലക്ഷ്യത്തെ കാണാതെയാണ് നിങ്ങളുടെ യാത്ര എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതായിട്ടുള്ള ദൂരം ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ എവിടെ എത്തി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേയില്ല. ഒരു ലക്ഷ്യവും കാണാതെയുള്ള യാത്രയിൽ എത്ര ദൂരം താണ്ടിയെന്നും അറിയില്ല, ഇനി എത്ര പോകണമെന്നും അറിയില്ല. അങ്ങനെ ഒരു യാത്ര ഒരു മനുഷ്യനെ ക്ഷീണിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം ലക്ഷ്യത്തെ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മളെ പവർഫുള്ളാക്കി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് വരുന്നതായിട്ടുള്ള കൊച്ചു കൊച്ചു തടസ്സങ്ങളോടൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, അഥവാ പ്രോ ആക്റ്റീവ് ആവാൻ പറ്റും. ഒരു കാര്യം വരുമ്പോൾ 2 രീതിയിലാണ് മനുഷ്യന്മാർ പ്രതികരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം തെറ്റിയാൽ റിയാക്റ്റീവായിട്ടുള്ള ആളുകൾ അയ്യോ അതങ്ങനെയായി, അതിങ്ങനെയായി, അത് ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞ് അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷം നഷ്ടമാക്കും. മുന്നോട്ട് പോകാൻ നിങ്ങൾക്കറിയോ, ഒരു പ്രാവശ്യം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മുടെ ഊർജ്ജം വല്ലാതെ കുറയുകയും ചെയ്യും. ആ ഊർജ്ജം കുറയുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തന്നെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഓക്കെ, അത് വിട്ടേക്കണം. അത് കഴിഞ്ഞ ശേഷം അതിനും ഒരു നല്ല മനോഭാവത്തോടെ, നല്ല സമീപനത്തോടെ കണ്ട് അതിന് എന്ത് പഠിക്കണോ അത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വന്തം കയ്യിലെടുത്തുകൊണ്ട്, എൻ്റെ പഠിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ അമ്മ എന്നെ നല്ല സ്കൂളിലാക്കിയിട്ടില്ല, എനിക്ക് ഇംഗ്ലീഷ് ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, നല്ല ക്ലാസ്സിലല്ല തന്നത്, അച്ഛനും അമ്മയും എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയാതെ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് ഭാഷ സ്വന്തമാക്കണമെങ്കിൽ അതിനെ സ്വന്തമാക്കിക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. മറ്റുള്ളവരുടെ മേലെ പഴി ചാരിക്കൊണ്ട് ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാതെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വന്തം കയ്യിലെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ നമുക്ക് പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള സമീപനം പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യും. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. നമ്മൾ ഇപ്പോൾ തുടങ്ങുക എന്ന് വെച്ചാൽ ഈ നിമിഷം തുടങ്ങിയേക്കുക. ഒരുപാട് പേരോട് അനുവാദം ചോദിക്കാൻ പോകരുത്. 3-മത്തെ എവിടെ മൂർച്ച കൂട്ടണോ അവിടെ മൂർച്ച കൂട്ടാൻ തയ്യാറാവുക. 4-മത്തെ പ്രൊയാക്റ്റീവ് ആവുക, അഥവാ നമ്മുടെ ഉത്തരവാദിത്തത്തിന് സ്വന്തം കയ്യിലെടുക്കാൻ തയ്യാറാവുക. ഈ 4 കാര്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വയം പര്യാപ്തമായിക്കൊണ്ട്, അഥവാ സ്വയം സശക്തമായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.